ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സിമ്പിൾ ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. വൈകുന്നേരങ്ങളിൽ നമുക്കിത് കുട്ടികൾക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു 1/2 കപ്പ് ചൗരി 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു അരിപ്പയിൽ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴയ്ക്കത്തില്ല, ആ പരുവത്തിൽ കിട്ടും കേട്ടോ. ഇതാണ്ടേ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാ ബോളും ഒരേ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റുള്ള ഡെസേർട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഒരേ വലിപ്പത്തിലുള്ള ബോൾസായിട്ട് ഇവിടെ എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ 250 ml പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറും എടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. പാലൊന്ന് തിളച്ച് വരട്ടെ. ഇനി പാലിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് പാലം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ ഉരുളകളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് അത് വേവാനായിട്ട് അനുവദിക്കുക. പാലൊന്ന് നല്ലതുപോലെ ആ ഉരുളകളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് വരട്ടെ. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉരുളകളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ച് പാലിൽ കലക്കി വെച്ചിരിക്കുകയായിരുന്നു. അതെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ മാറി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഡെസേർട്ടാണ്. ഞാനിതിനെ ലാസ്റ്റ് അല്പം കുങ്കുമപ്പൂ കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.